തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചുമാറ്റപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടുത്ത ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. ലോകത്തിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടതിക്ക് തന്നെ ഇന്ന് തിരുവഴുത്തിൽ നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവൻ ജോസഫിന്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് ഉള്ള വ്യക്തിയാണ് ഭൂമിയിലേക്ക് പൂജാതനായ ഈശോ. ദൗത്യം ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, സ്വീകാര്യമായ വാത്സല്യവും പ്രഖ്യാപിക്കാൻ. അതിനായിട്ടാണ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുക. വചനം സിനഗോഗിൽ വെച്ച് ഈശോ വായിക്കുമ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന യഹൂദരെല്ലാം അവനെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഈ വായനയെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. എല്ലാവരും അവനെ പ്രശംസിച്ചു പറഞ്ഞു. അവൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ കൃപാവചസ്സുകൾ കേട്ട് അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവർ തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ ആ ജോസഫിൻ്റെ മകനല്ലേ? ഇവൻ സാധാരണക്കാരനായ ഒരു ചെക്കൻ. ഈ ചെക്കനാണോ ഇത്ര മനോഹരമായിട്ട് ഈ ജീവൻ്റെ വചസ്സുകളെക്കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് പറയുക? പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ 2 തരത്തിലുള്ള ജീവിതം നമുക്കുണ്ട്. ഒന്ന് ആത്മാവിലുള്ള ജീവിതവും, 2 ജഡത്തിലുള്ള ജീവിതവും. ആത്മാവിൽ ജീവിക്കേണ്ടവർ ജഡത്തിൽ ജീവിക്കേണ്ടവരല്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ആത്മാവിൽ ജീവിക്കേണ്ടവർ ജഡത്തിൽ ജീവിക്കേണ്ടവരല്ല. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാം, നമ്മുടെ ഈ ജഡം എന്ത് ചെയ്യും? നമുക്കും ജഡമില്ലേ? ജഡം മീൻസ് നമ്മുടെ ശരീരം. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തിരുവചനം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോഴൊക്കെ വല്ലാതെ വിഷമിക്കുന്നു, നിരാശപ്പെടുന്നു, തകർന്നു പോകുന്നു എങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നത് ജഡത്തിലാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചെറിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തളർന്നു പോയി, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, ഇതെല്ലാം അവസാനമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് ആത്മാവിലല്ല, ജഡത്തിൽ തന്നെയാണ്. ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്രതിസന്ധിയിലേക്കല്ല നമ്മൾ നോക്കുക. നമ്മൾ നോക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് 22-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു, അത്ഭുതപ്പെട്ടു. ഇവൻ ആ ജോസഫിൻ്റെ മകനല്ലേ? സാധാരണക്കാരിൽ സാധാരണക്കാരൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഒരു സാധാരണക്കാരനാണെങ്കിലും അസാധാരണമായ പ്രവൃത്തി ചെയ്യുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ അവനോ അവൾക്കോ ഒരു സാധാരണക്കാരനാണെങ്കിലും അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയും. അവർ അത്ഭുതമായി മാറുന്നു. ഇന്ന് നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാ വിസ്മയങ്ങളുടെ കാലം, അല്ലേ? അവിടെ വിസ്മയം, ഇവിടെ വിസ്മയം, അല്ലേ? വിസ്മയങ്ങളെക്കുറിച്ച് പറയുക. വിസ്മയങ്ങളുടെ കാലം, എല്ലാം വിസ്മയമായിട്ട് മാറുന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 13-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 13-ാമത്തെ വചനം. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ ബുദ്ധിഹീനരെ സാധാരണ മനുഷ്യരാണ് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. മതി. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അത്ഭുതം ഞാൻ സൂചിപ്പിച്ചു, വിസ്മയം, അത്ഭുതമെല്ലാം അതിൻ്റെ ഒരു വാക്കുകളുടെ പര്യായങ്ങളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക വിസ്മയം, അല്ലേ? ഈ കാലഘട്ടത്തിൽ നമ്മൾ വിസ്മയത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുക. ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യപൂർവ്വമുള്ള പ്രവൃത്തികൾ കണ്ട് ആ കൂടി നിന്നവരൊക്കെ അവർ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് വിദ്യാഭ്യാസമില്ല, വിദ്യാവിഹീനരാ. എന്നിട്ട് പറയും, അവർ സാധാരണ മനുഷ്യരല്ലേ? സാധാരണ മനുഷ്യരായി ഇവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? പ്രിയമുള്ളവരെ, സാധാരണ മനുഷ്യരിൽ നിന്നും അസാധാരണ പ്രവൃത്തികൾ വരുന്നു. അതിനർത്ഥം
അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സാധാരണ മനുഷ്യൻ അസാധാരണ പ്രവൃത്തി കൊണ്ട് അവൻ ധൈര്യപൂർവ്വം പ്രവർത്തിക്കുമ്പോൾ പ്രതിസന്ധികളിൽ തളരാതെ, പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ വീണു പോകാതെ, ഒരു രോഗമോ പീഡയോ തകർച്ചകളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ അത് വരുമ്പോൾ അവൻ സാധാരണക്കാരനായി അവൻ അസാധാരണമായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായ പത്രോസും യോഹന്നാനും അവർ എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം അവർ പ്രസംഗിച്ചപ്പോൾ മറ്റുള്ളവർ അവരെ കണ്ട് അത്ഭുതപ്പെട്ടു, വിസ്മയിക്കപ്പെട്ടു. സാധാരണ മനുഷ്യനിൽ നിന്നും അസാധാരണ പ്രവൃത്തികൾ കടന്നു വരുന്നു. ഇവിടെ നാട്ടുകാരാ പറയുക, അവരെ കേൾക്കുന്നവരാ പറയുക, അവർ സാധാരണ മനുഷ്യരാണ്, എന്നാൽ അവർ മറ്റുള്ളവർക്ക് വിസ്മയങ്ങളായിട്ട് മാറുകയാണ്. സാധാരണക്കാർക്ക് അവർ വിസ്മയങ്ങളായിട്ട് മാറുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ഈ സമയത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർ പറയാറുണ്ടോ? ജോർജ് കുട്ടി ഒരു വിസ്മയമാണ്. ജോർജ് കുട്ടി അങ്ങനെ പറയാറുണ്ടോ? നാട്ടുകാർ പറയാറുണ്ടോ? ജോർജ് കുട്ടി ഒരു ഇടവകക്കാർ പറയുക, ഈ ഇടവകയിൽ ഒരു വിസ്മയം, ഞങ്ങൾക്ക് ജോർജ് കുട്ടി ഒരു അത്ഭുതമാണ്, ഞങ്ങൾക്ക് ജോർജ് കുട്ടി ഈ ഇടവകയ്ക്ക് ഒരു അത്ഭുതമാണ്, ഒരു വിസ്മയമാണ്. എന്തായിരിക്കും പറയുക? ഇപ്പോൾ പറഞ്ഞ പോലെ ഒളിച്ചും പാത്തുവരുത് പറയുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? ഇനി നമ്മളെക്കുറിച്ച് നമ്മൾ വിസ്മയങ്ങളാണെന്ന്, നമ്മൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നവരാണെന്ന് നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായം എന്താ? നമ്മുടെ അയൽക്കാരുടെ അഭിപ്രായം എന്താ? നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെക്കുറിച്ച് ആർക്കെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ഒരു വിസ്മയമാണ്, നമ്മളൊരു അത്ഭുതമാണ്, ആ വ്യക്തി എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ആ വ്യക്തി ഒരു വിസ്മയം, ആ വ്യക്തി അങ്ങനെയൊക്കെ ഇരിക്കുന്നതെങ്കിലും അയാളുടെ പ്രവൃത്തികൾ നമുക്ക് അത്ഭുതം തോന്നുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴും എവിടെയാണ് നിൽക്കുക? നമ്മൾ സാധാരണക്കാരനാണ്. നമ്മൾ സാധാരണക്കാരായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്ക് വിസ്മയങ്ങളായിട്ട് മാറാൻ കഴിയുന്നില്ല, നമുക്ക് അത്ഭുതങ്ങളായിട്ട് മാറാൻ കഴിയുന്നില്ല. നീ ഇതൊന്നും വേണ്ട. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ, നീ ഒരു വിസ്മയമാണ്, നീ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്? ആശയ്ക്ക് ബിനോയുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ? ബിനോയ്, നിങ്ങൾ എനിക്കൊന്ന് ഒരു വിസ്മയമാട്ടോ, നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാട്ടോ. ഇത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ബിനോയ്ക്ക് തിരിച്ച് ആശയോട് പറയാൻ പറ്റിയിട്ടുണ്ടോ? എൻ്റെ പൊന്നാശേ, നീ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമാ, നീ എന്നെ വിസ്മയപ്പെടുത്തുന്നു. നിനക്കിതെങ്ങനെയൊക്കെ ഈ കാര്യം ആരുന്നേന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ വിസ്മയത്തിന്റെ ആരും നമുക്കറിയാം. അപ്പോൾ നിനക്കിത് ഒന്നൊന്ന് ചിന്തിച്ചേ, നിനക്കിതൊക്കെ എങ്ങനെയൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു, വസ്ത്രം അലക്കുന്നു, ജോലിക്ക് പോകുന്നു, ഇതെല്ലാം നിനക്ക് എങ്ങനെ സാധിക്കുന്നു? നീ എന്നെ അത്ഭുതപ്പെടുത്തുന്നു ആശയെന്ന് ബിനോയ്ക്ക് ആശയുടെ മുഖത്ത് നോക്കിയത് പറയാനും, ആശയ്ക്ക് ബിനോയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ കുടുംബം നോക്കാനായിട്ട് നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ്. ഇത്ര കഷ്ടപ്പെട്ട് കുടുംബത്തിലെ കാര്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഒന്നിനും കുറവ് വരുത്താതെ എല്ലാം മാനേജ് ചെയ്യുന്ന എൻ്റെ ബിനോയ്, നീ എനിക്കൊരു വിസ്മയമാണെന്ന് ആശയ്ക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അപ്പം നമുക്ക് പരസ്പരം വിസ്മയങ്ങളായിട്ട് നമ്മുടെ കുടുംബത്തിൽ പോലും അത്ഭുതങ്ങളായിട്ട് മാറാനായിട്ട് കഴിയുന്നുണ്ടോ? എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് വാചാതിര്യവും ശബ്ദഗാംഭീര്യവും അഭിനയിക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കും എവിടെ വേണമെങ്കിലും പ്രസംഗിക്കാം, വലിയ ആളായിട്ട് നമുക്ക് അഭിനയിക്കാം, നടിക്കാം. എന്നാൽ സാധാരണയിൽ നിന്നും അസാധാരണമായ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും നീ എന്നെ വിസ്മയിപ്പിക്കുന്നു, നീ എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് സ്വന്തം ഭാര്യയോടോ സ്വന്തം ഭർത്താവിനോടോ ഒന്ന് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. എൻ്റെ അപ്പൻ ഒരു വിസ്മയമായിരുന്നു, എൻ്റെ അപ്പൻ്റെ പ്രവൃത്തികൾ ഒരു വിസ്മയമായിരുന്നു, അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മ ഒരു വിസ്മയമായിരുന്നു എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിവാഹം കഴിച്ചയച്ച ഒരു 5 സഹോദരിമാർ ഉള്ള ഒരൊറ്റ ആങ്ങള, ഒരു സഹോദരൻ. ആ സഹോദരൻ്റെ വീട്ടിലേക്ക് ഈ 5 പെങ്ങന്മാരിങ്ങനെ കടന്നു വരികയാണ്. 5 സഹോദരിമാർ കടന്നു വന്ന് ഈ സഹോദരനെയും നാത്തൂനെയും കുറ്റപ്പെടുത്തുമ്പോൾ, സ്വത്തിനു വേണ്ടി പടപൊരുതുമ്പോൾ, തന്നോടൊപ്പം അതുവരെ ജീവിച്ച അമ്മ പെങ്ങന്മാരുടെ കൂടെ ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ വിസ്മയമായി മാറാൻ, അവരെ അത്ഭുതപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ആ അമ്മയുടെയും പെങ്ങന്മാരുടെയും മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വിസ്മയമായിട്ട് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടും ഇവനൊന്നും പ്രതികരിക്കുന്നില്ല. അവിടെ ഒരു വിസ്മയമായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവാഹിച്ചിരിക്കുന്നു. ഒരു അമ്മായിയമ്മ ഒരു മകളോട് ചോദിക്കുക, നീ വ്യഭിചരിച്ച് നടക്കുന്നവളല്ലേ?
എന്ന് ചോദിക്കുമ്പോൾ നിശബ്ദമായി ആ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ആ അമ്മയോട് ക്ഷമിക്കണമേ ആ അമ്മ പറയുന്നത് എന്താണെന്ന് ആ അമ്മയ്ക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. അമ്മയോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു മരുമകൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ്. ഇവിടെയാണ് നീ സാധാരണക്കാരിയിൽ നിന്നും അസാധാരണക്കാരനായി മാറുക. അത് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുമ്പോഴാണ്. ഒരിക്കലൊരു ധ്യാനത്തിൽ ഒരു അമ്മ എന്നെ കാണാനായിട്ട് വന്നു. ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗൺസിലേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ, ഞാൻ കുടുംബത്തെക്കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നല്ല തിരക്കായി. അന്ന് ധ്യാനിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, സഹായികൾ ആരും ഇല്ലാത്തൊരു ദിവസമാണ്, ഒരു ധ്യാനമാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഞാൻ തന്നെ എടുത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ കൗൺസിലിങ്ങിന് ഞാൻ ഇരിക്കുന്നില്ല, അത്യാവശ്യക്കാരെ മാത്രം എൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശുശ്രൂഷയോട് പറഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരമ്മച്ചിക്ക് എന്നെ കണ്ടേ പറ്റൂ. അപ്പോൾ ഞാൻ സമയമില്ലാത്ത സമയമാണെങ്കിലും ഉണ്ടാക്കി ഞാൻ പറഞ്ഞ അമ്മച്ചിനെ പറഞ്ഞു വിടാൻ പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് അമ്മച്ചിയെ പറഞ്ഞു വിട്ടു. ആ അമ്മച്ചി വന്നപ്പോൾ എൻ്റെ അരികിൽ വന്നിട്ട് അമ്മച്ചി പൊട്ടിക്കരഞ്ഞു. അമ്മച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പാപി ഞാനാണ്. കർത്താവ് എന്നോട് ക്ഷമിക്കുമോ ബ്രദറെ? ഞാൻ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ പാപിയാണ്. ഞാൻ ആ അമ്മച്ചിയോട് ചോദിച്ചു, എന്താ അമ്മച്ചി കാര്യം? ആ അമ്മച്ചി പറഞ്ഞു, എനിക്ക് 3 ആൺമക്കളാണ്. 3 പേരും വിവാഹം കഴിച്ചു, എല്ലാവരും വിദേശത്താണ്. ഞാനും ഭർത്താവും വീട്ടിൽ ഞങ്ങൾ സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിച്ചു പോവുകയാണ്. പെട്ടെന്ന് ഭർത്താവ് അറ്റാക്ക് വന്നു, ഭർത്താവ് മരിച്ചു. 3 മക്കളും ഭാര്യമാരും അവരുടെ മക്കളും എല്ലാം നാട്ടിൽ വന്നു. ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം വളരെ ഭംഗിയായി നടന്നു. വീട്ടിൽ മക്കളെല്ലാവരും കൂടി ഒത്തുകൂടി. അവർ പറഞ്ഞു, അമ്മയെ ഇനി ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പോയേ പറ്റൂ. ഇങ്ങനെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പോകാതിരിക്കാൻ പറ്റും, ജോലിയും വരുമാനവും കാര്യങ്ങളെല്ലാം വിദേശത്താണ്, അതുകൊണ്ട് അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, സ്വന്തം വീട് പോലെ കഴിയാൻ പാകത്തിലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് അമ്മയെ കൊണ്ടാക്കാം. അങ്ങനത്തെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തുണ്ടല്ലോ, അവിടെ നമുക്ക് അമ്മയെ കൊണ്ടുവന്നാക്കാം. എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കൊള്ളും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വന്ന് അമ്മയുടെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം. അല്ലാതെ നമുക്കാർക്കും ജോലിയൊന്നും കളഞ്ഞ് ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഇളയ മകൻ്റെ ഭാര്യ അവൾ പറഞ്ഞു, അത് വേണ്ട, ഞാൻ നാട്ടിലൊരു ജോലിയൊക്കെ ശരിയാക്കി ഞാൻ ഇവിടെ നിന്നോളാം. അമ്മയെ തരിച്ചാക്കിയിട്ട് പോകുന്നത് ശരിയല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ നിന്നോളാം. അങ്ങനെ അതെല്ലാവരും അംഗീകരിച്ചു. ബാക്കിയുള്ളവരെല്ലാം തിരിച്ചുപോയി. ഈ അമ്മച്ചി പറയുകയാണ്, ഞാനും മരുമോളും തനിയെ വീട്ടിൽ. അവളെൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ നോക്കും. പക്ഷേ അമ്മച്ചി പറയും, എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമില്ല. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ചെറുക്കനെ ഇവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഇവരുടെ കുടുംബവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള കുടുംബമാണ്. പ്രേമിച്ച് കെട്ടിയതാണ്. ആലോചിച്ച് കെട്ടുവാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കുടുംബത്തിൽ നിന്നൊക്കെ കെട്ടാമായിരുന്നു. അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ ഉള്ളിൽ ഈ മരുമോളെ അത്ര ഇഷ്ടമില്ല. എൻ്റെ ചെറുക്കനെ പ്രേമിച്ച് വശീകരിച്ചെടുത്തതാ. ആ ഒരു മനോഭാവമായിരുന്നു ഈ അമ്മച്ചിക്ക്. ഈ അമ്മച്ചി പറയുക, ഞാനത് പറഞ്ഞു ഇവിടെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റപ്പെടുത്തും. എനിക്ക് എൻ്റെ ചെറുക്കന് നിന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു, സുന്ദരിയെ കിട്ടുമായിരുന്നു, പൈസ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തും. ഒത്തിരി ചീത്ത പറയാറുണ്ട്. ഒരു ദിവസം ദേഷ്യം വന്നപ്പോൾ ഞാൻ അവളെ പിടിച്ചങ്ങ് തള്ളി. ഒരു ദേഷ്യത്തിനങ്ങ് പിടിച്ച് തള്ളിയതാണ്. കട്ടിലിൻ്റെ ക്ലാസ്സിൽ ഇവള് തലയിടിച്ച് തലയൊക്കെ മുറിഞ്ഞു. അപ്പോഴും അവളൊന്നും മിണ്ടിയൊന്നുമില്ല, പ്രതികരിച്ചൊന്നുമില്ല. പിറ്റേ ദിവസം അവൾ ഈ അമ്മായിയമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുക, അമ്മ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അമ്മയ്ക്ക് വേദന വന്നതുകൊണ്ടാണല്ലോ അമ്മ എന്നെ പിടിച്ച് തള്ളിയത്. അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം. എന്നോട് പറയാം, എൻ്റെ പെണ്ണു ബ്രദറെ, അവളുടെ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അവളെന്നെ അത്ഭുതപ്പെടുത്തി ബ്രദറെ, അവളെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഞാൻ വിചാരിച്ചത് അവൾ കൂടും കുടക്കയും എല്ലാം എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോകുമെന്നാണ്, അവളുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവളെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എനിക്ക് അവളെ സ്നേഹിക്കണം ബ്രദറെ, എനിക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം, എനിക്കൊന്ന് മാനസാന്തരപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. പ്രിയമുള്ളവരെ, ആ പെൺകുട്ടിയിലുള്ളതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവൾ ആ അമ്മായിയമ്മയെ ആത്മാവിലേക്ക് ആവാഹിച്ചു, അല്ലെങ്കിൽ ഈ അമ്മായിയമ്മയ്ക്ക് അവൾ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകി. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതൽ 60 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എസ്തഫാനോസിൻ്റെ ജീവിതത്തിൽ അവന് സംഭവിച്ച ആ കല്ലേറും ഉറപ്പെടുത്തലുകളുമാണ്. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതൽ 60 വരെയുള്ള ഭാഗം ഒന്ന് വായിക്കാവോ? എസ്തഫാനോസിനെ വധിക്കുന്നു. അവരിത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാകാന്തനെ പല്ലുകടിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന യുവാവിന്റെ കാൽക്കൽ അഴിച്ചുവെച്ചു. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ,
എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞ് അവൻ മരണത്തെ പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ഈ എസ്തപ്പാനോസിൽ ഉണ്ടായിരുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ ജനം മുഴുവനും അവൻ്റെ നേരെ കോപക്രാന്തരായി പല്ല് കടിച്ചു. നമുക്കിന്ന് പലപ്പോഴും നമ്മുടെ കോപം പല്ലുകടിയിലാണ് തീർക്കുക. വെറുതെ ഇരിക്കുന്ന പല്ല് കടിച്ചു പറയുക. അത് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ബാധിക്കുന്ന ഒരു രോഗം എന്നറിയാവോ? പല്ലുവേദന. പല്ലുവേദന ഇല്ലാത്തതോ പല്ലിന് പ്രശ്നം ഇല്ലാത്തതോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പല്ലുവേദന. കാരണം ചുമ്മാ പല്ല് കടിച്ചുകൊണ്ടിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ പല്ല് കടിച്ചിരിക്കും. അപ്പോൾ പല്ലുകടി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര് തരുന്നതാ? നമ്മൾ കോപക്രാന്തരായിട്ട് മാറുമ്പോഴാണ് പല്ലിൽ ആദ്യം കയറി പിടിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എസ്തഫാനോസ്, അവൻ സ്വർഗത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉയർന്നത്. അവൻ്റെ നേരെ ആഘോഷിച്ചപ്പോഴും പല്ല് കടിച്ചപ്പോഴും അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അവൻ അവിടെ നിന്ന് ആ അവസരത്തിലും അവൻ്റെ നോട്ടം സ്വർഗത്തിലേക്ക് ആയതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ സാധിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മാറി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് സാവൂൾ. ആ സാവൂളാണ് പൗലോസ്. കണ്ടോ? എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ അവൻ മുട്ടിന്മേൽ നിന്ന്, കർത്താവേ, ഇവരുടെ മേൽ ഈ പാപത്തിൻ്റെ യാതൊന്നും അങ്ങ് ഇവരെ ശിക്ഷിക്കാതെ ഇവരെ കാത്തുകൊള്ളണം. ഇവർ ചെയ്യുന്നത് അവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കല്ലേറിലും ഇവരുടെ പല്ലുകടിയിലും ആക്രോശത്തിലും എല്ലാം സ്വർഗത്തിലും പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കാണുവാൻ എസ്തപ്പാനോസിന് കഴിഞ്ഞുവെങ്കിൽ ആ പ്രാർത്ഥനയും അവൻ്റെ മുട്ടിന്മേൽ നിൽപ്പും അതുവരെ ക്രിസ്ത്യാനികളെ തകർത്തുകൊണ്ടിരുന്ന പൗലോസ് ഇത് കണ്ടുകൊണ്ട് നിന്നപ്പോൾ അവനും മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ഇത് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമീപത്തുകൂടി ഒരുത്തം പോയാലും അവൻ ആരായിട്ട് മാറും? അവനും പരിശുദ്ധാത്മാവ് നിറയുന്നവനായിട്ട് മാറും. സ്തെഫാനോസ് പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ ഓരോരുത്തരിലും നിറയുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ എന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയായി ഞാൻ മാറുമ്പോൾ എന്നിൽ നിന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ ആ താലോടൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് പകരപ്പെടും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളിലേക്ക് പകർക്കപ്പെടും. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ സംഭവിക്കുക. നമുക്ക് പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ പ്രിയമുള്ളവരെ എന്തൊക്കെ വേണം? നമുക്ക് സാധാരണ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? നമ്മൾ ഇഷ്ടംപോലെ ധ്യാനം ഒക്കെ കൂടുന്നവരാണ്. ഓരോ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ എന്നാ വേണ്ടത്? സുനിലെ, പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്ക് എന്നാ വേണ്ടത്? സ്നേഹം വേണം. ഞാൻ ഈ ചോദ്യം ഒരിക്കലേ ഈ യുവജനങ്ങളെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേരോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്ക് എന്നാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു ഉത്തരവാണ്. ഇന്ന് കാണുന്ന അതും അങ്ങനെ തന്നെയാണ്. അതിലൊരു തമാശയാണെങ്കിൽ പോലും തമാശയായിട്ടൊന്നും തോന്നുകയില്ല. ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നല്ല ഹൈ വോൾട്ടേജ് നല്ല സിസ്റ്റം വേണം, നല്ല പാട്ടുകാരൻ വേണം, നല്ല ഓർഗൻ സിസ്റ്റം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഇതെല്ലാം നല്ല ഒച്ചത്തിലൊക്കെ വിളിച്ചാൽ നിറയണമേ എന്നിൽ നിറയണമേ നിറയണമേ എന്നിൽ നിറയണമേ എന്ന് ഉറക്കെ അങ്ങ് പാടിക്കഴിഞ്ഞാൽ അത്ര ഉള്ളൂ ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. കുഞ്ഞുങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. ഇന്ന് പരിശുദ്ധാത്മാവിനെ നിറയാനായിട്ട് ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിലൂടെ നിറയണമേ നിറയണമേ എന്ന് പാടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയില്ല. എൻ്റെ പൊന്നു പ്രിയമുള്ള മക്കളെ, നമ്മുടെ ജഡത്തിൻ്റെ വ്യാപാരത്തെ നമ്മൾ തിരസ്കരിക്കണം. എന്താണ് ഈ ജഡത്തിൻ്റെ വ്യാപാരം? നമുക്കറിയാവുന്ന ജഡത്തിൻ്റെ വ്യാപാരം ഗലാത്യ 5:19 നമ്മൾ വായിക്കുന്നുണ്ട്. ബൈബിളിൽ പറയുന്ന ജഡത്തിൻ്റെ വ്യാപാരം എന്താണെന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെയാ? ഗലാത്യ 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദ്യോത്സവം ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഓക്കെ, മതി 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 മതി. അപ്പൊ നമുക്കറിയാവുന്ന ജഡത്തിന്റെ വ്യാപാരം എന്താണെന്ന് ചോദിച്ചാൽ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, വഞ്ചന, ചതി, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന ഈ ജഡത്തിന്റെ വ്യാപാരം. അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം പറയാം, ഇതിലൊന്നും നമ്മളില്ലേ അല്ലേ? ഇതൊന്നും നമ്മളില്ല. നമ്മൾ വ്യഭിചാരം ചെയ്യാൻ പോകുന്നില്ല, അശുദ്ധി ജീവിക്കാൻ പോകുന്നില്ല, ദുർവൃത്തിക്ക് പോകുന്നില്ല, മോഷ്ടിക്കാൻ പോകുന്നില്ല, ഇല്ലേ? നമ്മൾ അതിലൊക്കെ ക്ലീൻ ഇമേജ്. പ്രിയമുള്ളവരെ, ഇതൊന്നും മാത്രമല്ല ജഡത്തിൻ്റെ വ്യാപാരം. ഇത് ജഡത്തിൻ്റെ വ്യാപാരമാണ് എങ്കിൽ ഇതല്ലാത്തതും ജഡത്തിൻ്റെ വ്യാപാരത്തിൽപ്പെട്ട ചില മേഖലകളുണ്ട്. വിപരീത അനുഭവങ്ങളും ജഡവ്യാപാരമാണ്.
നമ്മുടെ ജീവിതത്തിൽ വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ജഡത്തിൻ്റെ വ്യാപാരമാണ് എന്ന് പറഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 52-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? ലൂക്ക 2:52. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. മതി. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. അപ്പം നമ്മൾ ഈ വിപരീത ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് മറ്റുള്ളവരുടെ പ്രീതിയും വേണ്ട, ദൈവത്തിൻ്റെ പ്രീതിയും വേണ്ട, നമുക്ക് ആരുടെയും പ്രീതി വേണ്ട. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പ്രീതി എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു മോശം അനുഭവം ഉണ്ടാകും, നമ്മളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാകരുത്. യേശു ചെയ്തെന്താ? അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി ഉണ്ടാകണം. ഈ പ്രീതി ഉണ്ടാകുന്നതും ഈ പ്രീതി ഇല്ലാതിരിക്കുന്നതും ജഡത്തിൻ്റെ ഒരു വ്യാപാരം. നമ്മൾ ആദ്യം പറഞ്ഞ കുറേ മേഖലകൾ നമ്മളെ കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു, ഒരുങ്ങി, അതെല്ലാം നമ്മൾ കഴിക്കണം. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പം പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് കടന്നു വരാൻ തടസ്സം പിന്നെ എന്നാ? അത് ജഡത്തിൻ്റെ വ്യാപാരത്തിൻ്റെ വിപരീത അനുഭവത്തിൽപ്പെട്ടതാണ്. നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി പിടിച്ചു പറ്റി പ്രീതിയിൽ വളരാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളെക്കുറിച്ച് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണ്, ഞാൻ ആദ്യം പറഞ്ഞില്ല, വിസ്മയമാണോ എന്ന് ചോദിച്ചാൽ, ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുക ഇനി ആളെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണ്, അതനുസരിച്ചിരിക്കും നമ്മുടെ പ്രീതി ആ നാട്ടിലുണ്ടാവുക. ഇനി വേറെ ഒന്നും വേണ്ട. ഭർത്താവിനോട് സ്വന്തം ഭർത്താവിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വേറെ ആര് പറയുന്നതിനേക്കാൾ വലിയ സാക്ഷ്യമാണ് സ്വന്തം ഭാര്യ ഭർത്താവിനെക്കുറിച്ച് പറയുക. അതിലപ്പുറത്തേക്ക് വേറെ സാക്ഷ്യങ്ങളൊന്നുമില്ല. അവിടെ പ്രീതി ഉണ്ടോ? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയത്തെ വചനഭാഗമായത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 46-47 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ഒന്നിച്ചുകൂടി ഹൃദയലാളിത്യത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി അവർ ഒന്നിച്ചിരുന്ന് അവർ ഒന്നിച്ചിരുന്ന് സ്തുതിച്ചു, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവർ പരസ്പരം പ്രീതി ഉള്ളവരായിരുന്നു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 46-47 നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാനിപ്പോൾ വായിപ്പിക്കുന്നില്ല, സമയക്കുറവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അവർ ഒരുമിച്ച് കൂടിയപ്പോഴാണ് പ്രിയമുള്ളവരെ അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. ഒരു കുടുംബത്തിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും അനുദിനം താല്പര്യപൂർവ്വം ഏക മനസ്സോടുകൂടി, അല്ലാതെ ഹൈ വോൾട്ടേജ് സിസ്റ്റം വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ധ്യാനത്തിന് പോയിട്ട് നമ്മൾ സ്വരമുയർത്തി കുറച്ച് നേരം സ്തുതിച്ച് ആരാധിച്ച് ആ സൗണ്ട് സിസ്റ്റം തീരുമ്പോൾ നമ്മുടെ ആത്മാവും പോകും. ആ സൗണ്ട് സിസ്റ്റം നിൽക്കുന്നിടത്തോളം നേരത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആത്മാവ് നിറയണമെങ്കിൽ ഏക മനസ്സുണ്ടാകണം, താല്പര്യം ഉണ്ടാകണം, അനുദിനം ആയിരിക്കണം, ഒന്നിച്ച് ചേർന്നായിരിക്കണം, ഹൃദയലാളിത്യം ഉണ്ടായിരിക്കണം, നമ്മൾ ആഹ്ലാദിച്ചായിരിക്കണം, അത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കണം, സ്തുതിച്ചുകൊണ്ടായിരിക്കണം, നന്ദിയും കൃതജ്ഞതയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടായിരിക്കണം. പരസ്പരം പ്രീതിയുള്ളവരായി മാറിക്കൊണ്ട് വേണം നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. അപ്പോഴാണ് നമ്മൾ ജീവനുള്ളവരായിട്ട് മാറുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് മാറുക. ജെറമിയ 3:19 നമ്മൾ വായിക്കുന്നു, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടെ ഇടയിലും വെച്ച് ഏറ്റവും ചേതോഹരമായ ആകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. കേട്ടോ, പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന ഇതാ. പിതാവ് നമ്മളെ മാറ്റി നിർത്താനല്ല ആഗ്രഹിച്ചത്. എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടെയിലും വെച്ച് ഏറ്റവും ചേതോഹരമായി അവകാശം നിനക്ക് നൽകാനുമായിട്ടാണ് ആഗ്രഹിച്ചത്. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന്. പിതാവേ എന്ന് വിളിക്കുമെന്ന് പറയുമ്പോൾ വേറൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കയറി വരിക. ഈ നമ്മൾ പിതാവായ ദൈവം പിതാവേ, എന്ന വാക്ക് അരമായ ഭാഷയിലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ എന്ന വാക്കിൻ്റെ അർത്ഥം? ആരും കേട്ടിട്ടില്ല? ബൈബിളിൽ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അല്ലേ? പിതാവേ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽമായ ഭാഷയിലെ അർത്ഥമില്ലാത്തൊരു വാക്കാണ്. എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത വാക്കാത്. പിതാവേ, നമ്മുടെ സാധാരണ നമ്മുടെ അപ്പനെ അമ്മയെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര്, നമ്മൾ ആരെങ്കിലും പിതാവേ എന്ന് നമ്മുടെ അപ്പനെ വിളിക്കാറുണ്ടോ? ഇപ്പോൾ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടായ്മയിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറയാമോ? ആരാ ഉള്ളതെന്ന്? അമ്മച്ചിയുണ്ട്. അപ്പച്ചന്മാർ അല്ലെങ്കിൽ ചാച്ചൻ ആരിലൊക്കെ ജീവിച്ചിരിക്കുന്നവരെന്ന് പറയാൻ ആരിലുണ്ടോന്ന്?
ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ആ ആ, ആശ എങ്ങനെ വിളിക്കുന്നത്? പപ്പ. പപ്പ. ഓക്കെ. ഇനി ആശ നാളെ വീട്ടിൽ ചെന്നിട്ട് ആശയുടെ പപ്പ അവിടെ ഇരിക്കുക. നമ്മൾ ഇച്ചിരി പരിശുദ്ധാത്മാവിൻ്റെ നിറവൊക്കെ കിട്ടി വചനമൊക്കെ കേട്ട് പപ്പ അവിടെ പറയുന്നുണ്ട്, എൻ്റെ പിതാവേ, അങ്ങയെ കാണുവാനായി ഞാൻ വന്നിരിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ പിതാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ വല്ല വട്ട് പിടിച്ചോന്ന് ചോദിക്കും, ഇല്ലേ? അപ്പൊ ഇത് വെറുതെ നമ്മൾ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ 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 ആ വാക്കിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? നമ്മുടെ ചാച്ചനെ അല്ലെങ്കിൽ ചാച്ച, ഇച്ചായ, അപ്പച്ച ഇതൊക്കെ നമ്മൾ വിളിക്കുക. ഇതുപോലെ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഈ ദൈവത്തെ വിളിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളൊന്ന് അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഇപ്പൊ പപ്പയെന്നാണ് ആശയുടെ അപ്പച്ചനെ വിളിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പപ്പയെ വിളിക്കുന്നതെങ്കിൽ സ്വർഗീയ പിതാവിനെ അങ്ങനെ തന്നെ വിളിക്കണമെന്നേ. നമുക്ക് അങ്ങനെ ഒന്ന് വിളിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കിയേ. അല്ല, നമ്മൾ പിതാവായ ദൈവമേ എന്ന് വിളിക്കാതെ വളരെ നമ്മൾ നമ്മുടെ ഭാഷയിൽ ഈ അരമായ ഭാഷയിൽ ഈ ആബ എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല. നമ്മളിപ്പോൾ ചാച്ച, അപ്പച്ച എന്നൊക്കെ വിളിക്കുന്ന പോലെ ഒരർത്ഥമില്ല. ചാച്ചൻ എന്ന വാക്കിൻ്റെ നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ജെമിനിയിലോ ഒന്ന് അടിച്ചു നോക്കിക്കേ. ചാച്ച എന്ന വാക്കിന് എന്തെങ്കിലും ഒരു അർത്ഥം ഗൂഗിൾ പറഞ്ഞു തരുമോ? ഒരർത്ഥമില്ലാത്ത വാക്കാ. അപ്പോൾ ഒരർത്ഥമില്ലാത്ത ഇച്ചായൻ, ചാച്ചൻ, അല്ലേ? ഇതൊന്നും ഒരർത്ഥവും നിഘണ്ടുവിൽ, മലയാള നിഘണ്ടുവിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരർത്ഥമില്ലാത്ത വാക്ക്, അപ്പോൾ അത് എത്ര സ്നേഹത്തിൽ നിന്നാണ് ഉള്ളിൽ നിന്ന് അത് വിളിക്കുക. അങ്ങനെ നമ്മൾ പിതാവായ ദൈവത്തെ നമ്മൾ എൻ്റെ അപ്പച്ച, എൻ്റെ പപ്പയെ, ആ പപ്പയോടുള്ള ആ ബന്ധം പോലെ നമ്മൾ പിതാവായ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ടതാ. എങ്ങനെയാ ഡാഡി വിളി ഉണ്ടായെന്നൊരു കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ച് അതിന് ഉത്തരം പറഞ്ഞു. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഭാര്യ ഭർത്താവിനെ എപ്പോഴും വിളിക്കുന്നത് എടാ എടാ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് ഡി ഡി എന്നാണ് വിളിക്കുന്നത്. ഇത് കേട്ട് കുഞ്ഞ് അതിൻ്റെ പുറകെ നടന്ന് കുഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ കുഞ്ഞിന് മനസ്സിലായി ഈ ഡായും ഡിയും കൂടെ ചേർന്ന് എനിക്കങ്ങ് വിളിച്ചേക്കാമെന്ന് വിചാരിച്ച് ഡാഡി എന്ന് വിളിച്ചു എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പറയുന്നത് പോലെ ഒരു വാട്സപ്പിൽ ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഒരർത്ഥവും ഇല്ലാത്ത വാക്കുകൾ അത് പറയുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥമല്ല, അത് പറയുന്ന ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു അഭിഷേകം ഉണ്ടല്ലോ, ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതാണ് നമുക്ക് പിതാവായ ദൈവത്തെ വിളിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പതിവ് രീതികളെല്ലാം മാറി ഒരു പുതിയ ജീവിത ക്രമീകരണം അത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയണം. ഇന്നൊരു പുതിയ ജീവിത ക്രമീകരണം വരുത്താൻ പോവുകയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഈ 9 ദിവസം നൊവേനയിലൂടെ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിത ക്രമീകരണത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. നമുക്ക് ഇരുകരവും നെഞ്ചിൽ വെച്ചിട്ട് ഒന്ന് സ്വയം ഒന്ന് ഉറക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. ഇരുകരങ്ങളും നെഞ്ചിലേക്ക് ഒന്ന് വെച്ചിട്ട് ഞാൻ മാറാൻ പോവുകയാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ മാറാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ പുതിയതാകാൻ പോവുകയാണ്. ഒന്നോടെ ഒന്ന് പറഞ്ഞേ, ഞാൻ മാറാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ പുതിയതാകാൻ പോവുകയാണ്. ഒരു പുതിയതിനായിട്ട്, ഒരു പുതിയ പെന്തക്കോസ്താനുഭവം, ഒരു പുതിയതിനായിട്ട് നമുക്ക് തയ്യാറാകണം. ഈ പുതിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്വഭാവം മാറണം, ശീലങ്ങൾ മാറണം, വളർച്ചകളുടെ സാഹചര്യങ്ങൾ മാറണം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരണം, പഠനത്തിൽ മാറ്റം കൊണ്ടുവരണം, ജോലിയിലും വരുമാനത്തിലും കുടുംബാന്തരീക്ഷത്തിലും വരുമാന മാർഗങ്ങളിലും ഇതിലെല്ലാം ഒരു പുതിയ മാറ്റം നമുക്ക് ആവശ്യമുണ്ട്. ഇതുണ്ടാകുന്നില്ലേ? എന്താണ് കാരണം? നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരു മാറ്റങ്ങൾ, പുതിയ ശീലങ്ങൾ, ഇതൊന്നും ഈ പുതിയ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഒന്നും ശരിയാകാത്തതിന് നമ്മൾ ആരെയെങ്കിലുമൊക്കെ പഴിച്ചുകൊണ്ടേയിരിക്കും. അവർ കാരണം, അവൾ കാരണം, മറ്റവർ കാരണം, വേണമെങ്കിൽ നമ്മൾ ദൈവത്തെയും പഴിക്കും. എന്താണ് പുതിയ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ അനുഗ്രഹങ്ങളെ തടയുന്നത്? നമ്മുടെ ജീവിതത്തിൽ പുതിയ ചിന്തകൾ ഉണ്ടാകണം, പുതിയ ആശയങ്ങൾ ഉണ്ടാകണം, പുതിയ കഴിവുണ്ടാകണം, പുതിയ അപ്ഡേഷൻസുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം. നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പുതിയതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒരു സാധനം അത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതെന്താണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ ചില പതിവുകളുണ്ടല്ലോ, ചില പതിവുകൾ, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, പതിവായി കാണുന്ന കാര്യങ്ങൾ, പതിവായി കേൾക്കുന്ന കാര്യങ്ങൾ നമ്മെ പുത്തൻ കാര്യങ്ങളിലേക്ക് കടത്തിവിടാതെ, ദൈവം ഒരുക്കുന്നതിലേക്ക് എത്താതെ പതിവ് സാഹചര്യങ്ങളുടെ കണ്ണി ചേർത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ചില ചെങ്ങലകൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആ ചെങ്ങലകളൊക്കെ പൊട്ടിക്കണം. ചില പതിവുകളെല്ലാം പൊട്ടിച്ചു കളയണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയതിലേക്ക് നമ്മൾ കിടക്കണം. യേശു വാക്ക് തുറന്നപ്പോഴെല്ലാം പുതിയത് എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. മത്തായി 9:16, ലൂക്ക 5:36,
ഇനി വെളിപാട് 21:1-2 ഇതിലെ പുതിയ ആകാശം, പുതിയ ഭൂമി, എല്ലാത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എല്ലാം പുതിയതാ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം പുതിയതാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തെ ദൈവം വളർത്താൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവം ചില പ്രേരണകളൊക്കെ തരും. നമുക്ക് ഇപ്പോഴുള്ളത് പോരാ. അത് പുതിയ വീട്, പുതിയ വാഹനം, പുതിയ ജോലി, പുതിയ ബിസിനസ്, മാറ്റം, സാമ്പത്തിക അവസ്ഥകൾ, അതെല്ലാം ദൈവം മാറ്റും, എല്ലാം പുതിയതാക്കി മാറ്റും. വേറൊരു തലത്തിലേക്ക് നമ്മെ നയിക്കുന്ന പുതിയ വഴി തുറന്നു തരും. പുതിയ വസ്ത്രം അല്ലെങ്കിൽ പുതിയ ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പ്രിയമുള്ളവരെ, നന്മയുടെ പുതിയ ഉറവകൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടും. പ്രിയമുള്ളവരെ, വികസനമാണ് പുതിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. നമ്മുടെ ലിമിറ്റഡ് സ്കെയിലിനപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കണം. നമുക്കൊക്കെ ഒരു ലിമിറ്റഡ് സ്കെയിലുണ്ട്. ആ സ്കെയിലിന് വരച്ചവിടെ നിർത്തിയിട്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കണം. നമ്മൾ മുന്നിട്ടിറങ്ങണം. ജീവിതത്തിൻ്റെ നിലവാരം മാറണം. നമ്മുടെ സ്റ്റാറ്റസ് ഉയരണം. പുതുമ എവിടെയുണ്ടോ അവിടെ വിശാലതയുണ്ട്. യേശു പുതുമകളുടെ രാജാവാണ്. മാറ്റം കൊണ്ടുവന്നവനാണ്. നൂറ്റാണ്ടുകളെ വിഭജിച്ചവനാണ്. അവൻ കടന്നു വന്നപ്പോൾ BC AD ആക്കി മാറ്റി. അവൻ പുതുമ കൊണ്ടുവന്നവനാണ്. സാധ്യതകൾ, അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അവൻ തുറന്നു തരും. അത് നമ്മൾ ഉപയോഗിക്കണം. കടം വീട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കരുത്. ആരെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? എന്നെ ഈ കടമൊന്ന് വീട്ടാൻ, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വീട്ടാൻ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും. തന്നവന്റെ കടം വീട്ടാനായിട്ട് വീണ്ടും പ്രാർത്ഥിക്കും. ഈ പ്രോസസ്സ് എങ്ങനെ നീണ്ടു പോകുള്ളൂ. ഒരാളിൽ നിന്ന് കടം മേടിച്ചു മറ്റൊരാൾക്ക് കൊടുത്തു, അവിടെ നിന്ന് കടം മേടിച്ചു മറ്റൊരാൾക്ക് കൊടുത്തു. ഇങ്ങനെ നിങ്ങളുടെ ആ പ്രാർത്ഥന അവസാനിപ്പിക്കേ. കടം വീട്ടാൻ മറ്റൊരാൾ നമ്മളെ സഹായിക്കേണ്ടതില്ല. മറ്റൊരാളുടെ സഹായം തേടി കടം വീട്ടണ്ട. നമ്മുടെ മുന്നിലുള്ള സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കണം. മാറ്റം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു മാറ്റത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് ഈ പെന്തക്കോസ്ത ദിനാചരണം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ, അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ്, വാഗ്ദാനവുമാണ്. 7 ദാനങ്ങളുടെ ദാതാവാണ്. അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ. സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കുവാനും സംശയങ്ങളെ ദൂരീകരിക്കുവാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണാനും അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ ആനന്ദമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിദിനം 5 മിനിറ്റെങ്കിലും സ്വൈര്യമായി ഒരിടത്ത് ശാന്തതയിൽ ഇരുന്നു കൊണ്ട് കണ്ണുകളടച്ച് ആത്മാവിൻ്റെ ആന്തരികതയിലേക്ക് ആഴ്ന്നിറങ്ങി പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുവാൻ ഒരു 5 മിനിറ്റ് സമയം നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ അതിനായിട്ട് മാറ്റിവെക്കണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരിലും ഈ ദിവസങ്ങളിൽ ശക്തമായി, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കേട്ട വചന അടിസ്ഥാനത്തിൽ ദൈവത്തിൽ നമ്മുടെ കുറവുകളോ ബലഹീനതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ മാറ്റം, ഒരു പുതിയതിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും, അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ മേലും, അവരുടെ കുടുംബങ്ങളുടെ മേൽ, സന്തതി പരമ്പരകളുടെ മേൽ, അവർ വ്യാപരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിത്യം നിറയുമാറാകട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.